ബാവുൾ ഗാനങ്ങളിലൂടെ ഏറ്റവും ശുദ്ധമായ സംഗീതത്തിലൂടെ സഞ്ചരിച്ച് ഒരു വേൾഡ് പോയട്രി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കിൻ്റെ സമന്വയത്തിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ശാന്തിപ്രിയയ്ക്ക് നമസ്കാരം. ബാവുൾ സംഗീതധാരയിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം, അതിനെ സ്വീകരിക്കാനുള്ള ഒരു സന്തോഷകരമായിട്ട് അങ്ങനെ ഒരു ശാഖയെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എനിക്ക് ശരിക്കും പാടുന്നത് വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പ പാടും, അപ്പം നമ്മള് കൂടെ പാടുമായിരുന്നു. തുറന്ന് പാടുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ നമ്മള് കനവ് സ്കൂളിൽ നടക്കുമ്പോഴാണെങ്കിൽ എന്നും വൈകുന്നേരം നമ്മൾ പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കബീറിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ ബാവുൾ പാട്ടുകൾ കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സാധാരണ ഇപ്പൊ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ മറ്റു പാട്ടുകൾ ആരെങ്കിലും സംബന്ധിക്കുന്നതാണ്. ഇപ്പം ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഇന്ന കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഒരു അനുഭവമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക കൂട്ടം ആളുകളെ സംബന്ധിക്കുന്നത്. പക്ഷെ ഈ പാട്ടുകളുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത് എല്ലാരെയും സംബന്ധിക്കുന്നതാണ്, ഏത് കാലത്തെയും സംബന്ധിക്കുന്നതാണ്. ഇപ്പൊ പാടുന്ന എന്നോടും അത് പൂർണ്ണമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എന്നോടാണ് അത് പറയണത്. അപ്പൊ ആ രീതിയില് വല്ലാത്തൊരു തുറസ് അനുഭവപ്പെട്ടു ഈ പാട്ടുകളിലേക്ക് കടക്കുമ്പം. അതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ വെറുതെ പാടുന്നത് പോലെയല്ല, അത് നമ്മളപ്പോ അനുഭവിക്കുകയാണ്, അത് നമ്മളോട് പറയുന്നതിന്റെ ആ വാക്കുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ് ആ സമയത്ത്. അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് എന്നെ ബാവുളിനോട് അടുപ്പിച്ചത്. ആദ്യമായിട്ട് ബാവുൾ പാട്ട് കേട്ടപ്പോഴാണെങ്കിലും പെട്ടെന്ന് ഇതേപോലെയാണ് എനിക്ക് പാടേണ്ടത് എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ഹൃദയത്തിന് ഇങ്ങനെ ഒരു അത്ര വിശാലാകാൻ പറ്റൂലോ എന്നുള്ളൊരു. അത് ഏത് സമയത്ത്, ഏത് ഘട്ടത്തിൽ, എവിടെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത്? ഞാന് ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ ബാവുളുകളെ പറ്റി എന്തോ കഥയിൽ പറഞ്ഞപ്പം എനിക്ക് ആ ഒരു സങ്കല്പം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെ തെരുവിൽ പാടി നടക്കുന്ന ആളുകള്, ഏക്താരെ ആയിട്ട് ഇങ്ങനെ നടന്ന് പാടുന്ന ആളുകൾ എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോ ബംഗ്ലാദേശിൽ നിന്നുള്ള അനുഷ ഒരിക്കല് കോഴിക്കോട് യൂണിവേഴ്സിറ്റിന്റെ അവിടെ പാടിയപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. ഇങ്ങനെ തുറക്കാനാവും എന്നുള്ള, ഇങ്ങനെ ഹൃദയം ഇങ്ങനെ തുറന്നുള്ള ഒരു അനുഭവം. അതാ എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഓക്കെ, അപ്പം പാർവതി ബാവുളിനെ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? പാർവതി ദിനെ തിരുവനന്തപുരത്ത് ദീദി പാടുമ്പോഴാണ് കണ്ടത്. പിന്നെ സത്യത്തില് നമ്മൾ നേർക്കുനേരെ ഞാൻ അവിടെ ചെല്ലുമ്പോ, ദീദിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ദീദിനെ നേരിട്ട് പരിചയപ്പെടുന്നതും പഠിക്കാൻ തുടങ്ങണം. തിരുവനന്തപുരത്ത് വെച്ചിട്ടല്ലേ? എന്നിട്ട് എത്രത്തോളം ദീദിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു അല്ലേ? അതെ. എന്നിട്ട് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് പറയാവോ? ആ സമയത്ത് ദീദി നെടുമങ്ങാട് വീട്ടിലായിരുന്നു അധികം. അപ്പൊ ഞാൻ അവിടെ പോയി താമസിക്കും. ചിലപ്പം ഒരു മാസം അല്ലെങ്കിൽ കുറച്ചാഴ്ചകള് അങ്ങനെ ഒരുമിച്ച് താമസിക്കും. അപ്പൊ ദീദിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു സമയം കിട്ടി. പാട്ട് നടക്കുമ്പോ നടക്കണു, ദീദി പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നു, നമ്മൾ നടക്കാൻ പോണു, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ദീദിക്ക് തോന്നുമ്പം ഒന്നോ രണ്ടോ വരി പാടിപ്പിച്ചു തരുന്നു. അപ്പൊ അത് നമ്മൾ ഇരുന്ന് പാടുന്നു. എന്നെ സംബന്ധിച്ച് പുതിയൊരു ഭാഷയിലേക്ക് കടക്കാണ്, പുതിയൊരു പാട്ട് രീതിയിലേക്ക് കടക്കാണ്. അപ്പൊ അതിന്റെ ഒരു സമയം വളരെ വേണ്ടിയിരുന്നു. അത് പിന്നെ ദീദി പാടാൻ പോകുന്നിടത്ത് പോവുക, കേൾക്കുക, അങ്ങനെ ഒരു മെല്ലെ മെല്ലെ പാകപ്പെട്ട് വന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എങ്ങനെയാ വെച്ചാൽ, ദീദിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. അതായത് എന്ത് ചെയ്യുമ്പോഴും ഒരു സന്തോഷത്തിന്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ വരുന്നത് പോലെ. അപ്പൊ അതെന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ പാടുമ്പോ മാത്രമല്ല അതുള്ളത്, അതെന്ത് ചെയ്യുമ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മളെ പാട്ടിലൂടെയും പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളത്. ഒരു ഉള്ളിലുള്ള ആത്മാവിന്റെ സന്തോഷം എപ്പോഴും എക്സ്പ്രസ് ചെയ്തോണ്ടിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്. സന്തോഷം മാത്രമല്ല, പക്ഷെ നമ്മൾ അതിന്റെ ഒരു അനുഭവത്തിന്റെ ഒരു ഫുൾനെസ്സിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് നമ്മൾ പാടുമ്പോഴും അതുണ്ടാകുന്നു. അങ്ങനെയാണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായത് ദീദിന്റെ കൂടെ ജീവിച്ച സമയത്താണ്. എനിക്ക് തോന്നിയത്, അതായത് ഞാൻ ശാന്തിയെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെ ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബാവുൾ സംഗീതധാരയിലേക്ക് ശാന്തി എത്തിപ്പെടുന്നത് അതിനൊരു യാദൃശ്ചികത ഉണ്ടെങ്കിലും അത്രയ്ക്കും ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഒരു സംഗീതം
ശാന്തിയുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ അന്തസത്തയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ സംഗീതം ശാന്തിയെ തന്നെ സെലക്ട് ചെയ്യപ്പെട്ടതായിട്ട്, അതായത് ഒരു പ്രകൃതിയുടെ നിയോഗം പോലെ അത് എത്തിപ്പെട്ടതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പാട്ടുകൾ കേൾക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ മനുഷ്യര് സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഒന്നിലും എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് പുറത്തേക്ക് തുറക്കാനുള്ള ഒരു വെമ്പലിലാണ് നമുക്കതുണ്ട്. അത് നമുക്ക് തേടിയേ പറ്റുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഓരോരോ വഴികൾ, നമ്മൾ ഓരോരോ വാതിലുകൾ, ഏത് വാതിലിൽ കൂടെ നമ്മൾ അകത്തേക്ക് വരുന്നു എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷെ ഒരു വാതില് നമ്മളെ തുറക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ശബ്ദം, നാദം, അത് വളരെയധികം എന്നെ ഇപ്പൊ കേൾക്കുമ്പോഴാണെങ്കിലും ഏറ്റവും അധികം നമ്മളെ സ്പർശിക്കുന്ന ഒന്നായിരിക്കും നമുക്ക് ആ വാതിലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും നാദത്തിന്റെ ആ സന്തോഷം, നാദത്തിന്റെ ആ അനുഭവം എന്നെയും കൂട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആദ്യം മുതലേ. സന്തോഷത്തിന്റെ താളത്തിലേക്ക് എത്തിപ്പെട്ടു അല്ലേ? ജീവിതം മുഴുവൻ ആ ഒരു താളത്തിലൂടെ ലയിച്ചു പോവാനുള്ള ഒരു സഹായകമായിട്ടുള്ള ഒരു കലയായിട്ട് സംഗീതം മാറുക ചെയ്തത്. സംഗീതം ഇപ്പൊ ഞാന് കുറച്ച് കർണാട്ടിക് പഠിച്ചിട്ടുണ്ട്, കുറച്ച് ഹിന്ദുസ്ഥാനി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്താ വെച്ചാൽ നമ്മൾ സംഗീതം എന്ന് വിചാരിക്കണ ആ പ്യുവർ മ്യൂസിക് അല്ല. ബാവുള്ളു ആണെങ്കിലും കബീർ ആണെങ്കിലും ഒക്കെ അത് കൂടുതൽ പോയട്രി സിംഗിങ് ആണ്. അപ്പം അതിലെ മീനിങ്ങും കൂടിയാണ് നമ്മളെ കൊണ്ടുപോകണത്. അത് പലപ്പോഴും പല ഗുരുക്കന്മാരും പാടുന്നത് നമുക്ക് അത് അത്ര ചെവിക്ക് എന്താ സൗകുമാരിയുള്ള ശബ്ദം പോലും ആകണമെന്നില്ല. അതിനകത്ത് പ്രധാനം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എത്ര നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നു. അതെ, അതും പ്രത്യേകിച്ച് ഈ പാട്ടുകളെന്ന് വെച്ചാൽ അതിന്റെ മീനിങ്ങിനോട് നമുക്ക് എത്രമാത്രം അടുത്തിരിക്കാൻ പറ്റണം. അത് നമ്മുടെ യാത്രയാണ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അതിന്റെ പൂർണ്ണ അനുഭവം നമുക്കില്ല, പക്ഷെ ആ ഒരു സാധ്യതയെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. അപ്പൊ അതുകൊണ്ടും കൂടി എനിക്ക് ഈ പാട്ടുകളോട് ഇത്രയും അടുപ്പം. അതെ, അത് നമ്മളെ ആ വഴിക്ക് ഒരു ചുവട് വെക്കാൻ ഇപ്പൊ കബീറിന്റെ ഒരു പാട്ടുണ്ട്, മനലാഗോ മേരെ യാര് ഫക്കീരി മേ, മനലാഗോ മേരെ യാര് ഗരീബി മേ. അതായത് എന്റെ ഫക്കീറിൽ എന്റെ മനസ്സ് ഉടക്കിപ്പോയി. ഹാത്ത് മേ തും ഗഗൻ മേ സോഠാ ചാരോ ദിശാ ജാഗീരി മേ. കയ്യില് വടിയും ഇപ്പുറത്തെ കയ്യില് ഭിക്ഷാപാത്രം. ഇപ്പൊ ഇതാ ഈ 4 ദിശ എന്റെ സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന്. അത് കബീർ പാടുമ്പോ അതൊരു അനുഭവമാണ്. ഈ അതിരില്ലാത്ത ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണ് ഫക്കീർ ആവുക എന്നുള്ളത്. അത് നമ്മൾ പാടുമ്പോ നമുക്ക് അതിന്റെ രുചി നമുക്കറിയില്ല, എങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മിക്കലാണ് ഈ പാട്ടുകൾ. അപ്പം അത്തരം ഒരു സാധ്യതേനെ അത്രയ്ക്കും ശുദ്ധീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ശുദ്ധത നൽകിയ ആ ഒരു സംഗീതത്തെ ഒരു അടിത്തറയായി വെച്ചുകൊണ്ട് ലോകത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ പോയട്രി എടുത്ത് ആ സംഗീതവുമായിട്ട് സമന്വയിപ്പിച്ച് അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ആണ് പിന്നീട് സംഭവിച്ചത് അല്ലേ? അതെ. ഓക്കെ, അതിനെക്കുറിച്ച് ആ ഒരു വഴിത്താരം ഒന്ന് പറയാവോ? സത്യത്തില് ഇപ്പൊ നമ്മള് ഏത് മേഖലയിലേക്ക് കടന്നാലും, ഇപ്പോഴും സ്കൾപ്ചറിന്റെ യാത്ര എടുത്ത് നോക്കിയാൽ നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു വിശാലായ ലോകം തെളിഞ്ഞു വരുമല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഒരു വിസ്ഡം പോയട്രീനെ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഒരു കടലിലേക്ക് നമ്മൾ ചെല്ലുന്നത് പോലെയാണ് തോന്നുക. ഇത്രമാത്രം മുത്തുകൾ ഉണ്ടായിരുന്നോ ഇവിടെ, നമ്മള് അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ ആ രീതിയിലാണ് എന്റെ യാത്ര ഉണ്ടായിട്ടുള്ളത്. ഒരു പാട്ട് മറ്റൊരു പാട്ട്, അത് പലപ്പോഴും ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ബസവണ്ണൻ പറയണതും ലാലോൻ ഷായ് പറയണതും റൂമി പറയണതും ഒക്കെ പല ഭാഷയിൽ പല രീതിയിൽ ഒരേ സാധനം തന്നെയാണ്. നമുക്ക് എങ്ങനെ ഒരു ഇന്നർ ജേണി ഉണ്ടാവാം, അതിലേക്കാണ് ശരിക്കും ഗുരുക്കന്മാർ ഇൻവൈറ്റ് ചെയ്യണത്. ആ യാത്ര നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന യാത്രയാ, ഒരു ചുവട് വെച്ച്. പക്ഷെ നമ്മൾ കാണുവാണ് തെരുവിൽ പാടുന്ന ബാവുളിനെ, അല്ലെങ്കിൽ കബീർ പാട്ട് ഗ്രാമങ്ങളിൽ പോയി അവതരിപ്പിക്കുന്ന കബീർ ഗായകന് ഒരു മറ്റാളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുകയാണ് അവരവരുടെ ജീവിതത്തിലേക്ക്. അപ്പൊ അതൊരു നല്ല ജോലിയല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ജീവിതത്തെ
അത്രമാത്രം താളാത്മകമായിട്ട് ഒരു ഒഴുക്കിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് സത്യത്തിൽ ശാന്തിയെ കാണുമ്പോൾ ഞങ്ങൾ കൂടി ഒരു ശാന്തമായിട്ടുള്ള ഒരു പുഴയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥേനെ ഞങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടി അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ അകത്തുള്ള ചുഴികളും അതെല്ലാം നമുക്ക് ഈ കഥകളിലൂടെ, ഈ കവിതകളിലൂടെ ഇത് നമ്മുടെ തന്നെ കവിതയായി മാറുന്നുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ ഒരു കാര്യം വെച്ചാല് എല്ലാവരുടെയും ഉള്ളിലും ഉള്ളതാണ് ആ വിശാലത. എവിടെയോ നമുക്കറിയാം, പക്ഷെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമുക്ക് അതിനുള്ള എവിടെ നമ്മളിപ്പം വളരുന്ന സമയത്ത് എവിടെയും അതിനൊരു പ്രാധാന്യം നമ്മൾ ആരും എവിടെയും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നു കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുമ്പം അതെല്ലാവരുടെയും അനുഭവം അങ്ങനെയാണ്. എന്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഞാനും ഇതൊക്കെ പാടുന്നുണ്ടെങ്കിൽ പോലും എത്രയോ തവണ മറന്നു പോണു. പക്ഷെ പെട്ടെന്ന് ഒരു ഗുരുവിന്റെ ശബ്ദത്തില് നമ്മളത് കേൾക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഗുരുനാനക് സാഹിബ് പറയുന്നുണ്ട്, ബാഹർ ഭട്കോ കാഹി താരെ സബ് സുഖ് ഹേ ഘട്ട് മാഹി. എന്തിനാ നീ പുറത്ത് അലയുന്നത് കൂട്ടുകാരി, എല്ലാ സുഖവും നിന്റെ ഉള്ളിലാണല്ലോ. അപ്പം അതിലേക്ക് ഉള്ള ആ ലോകത്തിലേക്ക് നമ്മളെല്ലാവർക്കും ഉള്ളിലുണ്ട് താനും. എന്നാ നമ്മൾ അത് മറന്നിരിക്കുകയാണ് താനും. അപ്പൊ അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന കണ്ണികളാവാണ് ഈ പാട്ടുകള്. അപ്പം ഇപ്പം നിലനിൽക്കുന്ന, അതായത് തുടർന്ന് വന്ന ഇത്ര കാലത്തെ ഒരു മ്യൂസിക്കൽ ലൈഫിലൂടെ ഇപ്പൊ എത്തിപ്പെട്ട് നിൽക്കുന്നത് ഒരു വിസ്റ്റം പോയട്രിയിലാണല്ലോ. അതില് പുതുതായിട്ട് എത്രത്തോളം മ്യൂസിക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ട് ഏതൊക്കെ ഗുരുക്കന്മാരുടെ പോയട്രി ആണ് ഇപ്പം ഉപയോഗിച്ചിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്? ഞാന് ഇത് സത്യത്തിൽ ആദ്യം ഞാൻ ബാവുൾ പാട്ട് പാടാനും പാർവതീതിന്റെ കൂടെ പഠിക്കുകയും അങ്ങനെ പൂർണ്ണമായിട്ടും ബാവുൾ എന്നുള്ളൊരു ഇതിലാ പോയിരുന്നത്. അപ്പൊ തുറന്നു വരികയാണ്. അതപ്പോഴാണ് ഞാൻ കബീർ പാട്ടുകൾ കേൾക്കണത്. അപ്പൊ പ്രഹ്ലാദ് സിംഗ് തിപ്പാനിയ എന്ന് പറഞ്ഞിട്ട് മാൽവേലിയുള്ള ഗുരുവിന്റെ അടുത്തേക്ക് എത്തുക, അവരുടെ ഗ്യാതറിങ്സിൽ പങ്കെടുക്കുക. അപ്പൊ അതിന്റെ ലോകം തുറന്നു വരികയാണ്. അപ്പൊ കബീറിന്റെ വാക്ക് അത്രയേറെ എന്നെ സ്പർശിക്കുക. അപ്പൊ നമ്മള് ഇങ്ങനെ അതും വേണം ഇതും വേണം അങ്ങനെ പോണതല്ല. പക്ഷെ ശരിക്കും ഒന്നിലൂടെ പോകുമ്പോ മറ്റു വഴികളും ഇപ്പൊ ബസവണ്ണന്റെ കവിതകള് ഒക്കെ നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ അതിന് വളരെ സഹജമായിട്ടുള്ളൊരു യാത്രയുണ്ട്. അത് തന്നെ സംഭവിക്കണത് പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് അത് സത്യസന്ധമായിട്ടുള്ള ഒരു പങ്കുവെക്കലാണ്. ഇങ്ങനെയാണ് ഞാൻ കണ്ട ഈ ലോകം, എന്നെ തൊട്ട ലോകം എന്ന് പറഞ്ഞിട്ട് അത് പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കഴിയുന്നതും ഞാനായിട്ട് മ്യൂസിക് കൊടുത്ത് അങ്ങനെ പാടുന്നില്ല. പക്ഷെ ഗുരുവാണീന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ പഠിക്കുമ്പം അവരും പറഞ്ഞു തരും, അത് നമ്മുടെ പാട്ടായിട്ട് പാടണം. നമ്മൾ ആ വരികളെ നമ്മുടെ ഉള്ളിലേക്ക് അനുവദിക്കണം. അപ്പം ആഫ്റ്റർ എ വൈൽ നമ്മൾ അതുപോലെ അല്ല എന്നുവെച്ചാൽ അതിന്റെ ബേസിക് ഒരു ഇതുണ്ടാവും. പക്ഷെ ഓരോ ശബ്ദവും നമ്മുടേതായിട്ട് വരുമ്പോഴാണ് അതിന് ആ ജീവൻ വരുള്ളൂ. അതായത് ഓരോ വരിയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ആത്മാവ് തന്നെ ഇറങ്ങി പാടുന്ന പോലെ. അതെ, അതപ്പം നമ്മൾ വിചാരിക്കാത്ത മ്യൂസിക്കൽ ഇത് അതിന് ചിലപ്പം സംഭവിക്കും. ഒരു സ്റ്റേജിൽ പാടുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സ്റ്റേജിൽ പാടുന്നത്. ഒരു തവണ പാടുന്ന പോലെ ആയിരിക്കില്ല വേറൊരു തവണ. അങ്ങനെ ആവരുത്. അപ്പോഴേ നമുക്ക് അങ്ങനെ ഒരു പാടാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതിനെ അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിട്ടപ്പെടുത്തി കമ്പോസ് ഇതങ്ങനെ പാടുന്നില്ല. പിന്നെ പ്രധാനമായിട്ടും ബാവുളിലെ ഗുരുക്കന്മാരുടെ കൃതികള്, കബീറിന്റെ പാട്ടുകള്, പിന്നെ അഭംഗ് മറാഠിയിലുള്ള പാട്ടുകള്, ബസവണ്ണന്റെ പാട്ടുകള്, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികള് ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് പാടാൻ എക്താര വെച്ച് പാടാൻ അങ്ങനെ പറ്റുന്ന പാട്ടുകൾ പാടി നോക്കുന്നു. ഗുരുവിന്റെ ഒരു പോയിട്രി ഇപ്പൊ ഒന്ന് പാടാൻ പറ്റുമോ? തിങ്കളും കൊന്നയും ചൂടുമീ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ, വെണ്ണീരണിഞ്ഞ് വിളങ്ങും തിരുമേനി
കണ്ണീരൊഴുക കണ്ടാടും പാമ്പേ ആയിരം കോടി ആനന്ദം നിയാനമായിരവും തുറന്നാടു പാമ്പേ ആടു പാമ്പേ ഗുണം തേടു പാമ്പേ അരുളാനന്ദ കുട്ടു കണ്ടാടു പാമ്പേ അരുളാനന്ദ കുട്ടു കണ്ടാടു പാമ്പേ അരുളാനന്ദ കുട്ടു കണ്ടാടു പാമ്പേ. ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാത്തരം അതിർവരമ്പുകളെയും ജാതിപരമായിട്ടായാലും റിലീജിയസ് ആയിട്ടല്ല ഏത് തരത്തിലുള്ള അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് എല്ലാത്തരം മ്യൂസിക്കുകളുടെ ഒരു സമന്വയമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഉള്ള സംഗീതത്തിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതൊരു പാട്ടിലൂടെ ഒന്ന് പാടിത്തരാവോ? संकल्प हो हमारा इंसान हम बनेंगे संकल्प हो हमारा संकल्प हो हमारा इंसान हम बनेंगे संकल्प हो हमारा इंसान हम बनेंगे इंसान बन गए तो भगवान ही बनेंगे संकल्प हो हमारा हम एक ही चमन के फूल नारे नारे हम एक ही चमन के फूल नारे नारे लगते हैं कितने प्यारे हंसते रहे हंसेंगे संकल्प हो हमारा हो बौद्ध जैन मुस्लिम हिंदू हो या ईसाई हो बौद्ध जैन मुस्लिम हिंदू हो या ईसाई आपस में भाई भाई सबके गले मिलेंगे संकल्प हो हमारा संकल्प हो हमारा इंसान हम बनेंगे संकल्प हो हमारा इंसान हम बनेंगे इंसान बन गए तो भगवान ही बनेंगे संकल्प हो हमारा बीजक कुरान आगम गुरुगम और कृष्ण गीता बीजक कुरान आगम गुरुगम और कृष्ण गीता इंसानियत की गाथा हम प्रेम से पढ़ेंगे संकल्प हो हमारा संकल्प हो हमारा संकल्प हो हमारा ഈ പാട്ടിലൊക്കെ പറയണ സങ്കല്പിച്ച് നോക്കൂ മനുഷ്യനായിട്ടിരിക്കുന്നത് മനുഷ്യനാവണത് തന്നെയാണ് ഭഗവാനാവണതും എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവർ ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റൂലോ അതുപോലെ ഈ പുസ്തകങ്ങളൊക്കെ ഖുറാൻ ആവട്ടെ ഗീതയാവട്ടെ അതെല്ലാം മനുഷ്യത്വത്തെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് നമുക്ക് പ്രേമത്തോടെ ഇരുന്ന് അത് പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പാട്ടാണ് അപ്പം ഇപ്പൊ കബീറിന്റെ സാഖികളിലൊക്കെ പറയുന്നതെന്ന് വെച്ചാലും സത്യത്തിൽ ഒന്നായിട്ടുള്ള ഒരു വഴിയാണ് നമ്മുടേത് നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള നമ്മുടെ യാത്രകൾ ഒന്നാണ് അപ്പൊ നമുക്ക് മറ്റു വ്യത്യസ്തതകൾ നമുക്ക് അനുവദിച്ചുകൊണ്ട് തന്നെ അതായിരിക്കട്ടെ വേറെ വേറെ ആയിരിക്കട്ടെ എന്നാലും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുള്ളൊരു സാധ്യത പറയാണ് ഈ പാട്ടുകളിൽ പിന്നെ ആ ഭേദങ്ങളുടെ ഒരു ലോകത്ത് നിന്ന് മാറിക്കൊണ്ട് ഗുരുവാണീന്റെ ഒരു ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു കബീറിന്റെ ഒരു പാട്ട് പറയുന്നുണ്ട് പ്രേം നഗരി ഇതൊരു പ്രേമ നഗരാണ് ഇതൊരു ഭാവനഗരാണ് അപ്പൊ അവിടേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഈ പാട്ടുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പൊ സ്ത്രീയും പുരുഷനും പോലും ഇല്ല അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം പോലും സത്യത്തിൽ ഇല്ല നമ്മുടെ യാത്രകൾ ഒന്നായിട്ടുള്ള യാത്രകളാണ് നമ്മുടെ തേടലുകൾ ഒന്നായിട്ടുള്ള തേടലുകളാണ് അപ്പൊ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പാട്ടുകൾ അങ്ങനെ നമുക്ക് ആയിരിക്കാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണ് സത്യത്തിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ടുകൾ
വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവിനൊപ്പം ശുദ്ധ സംഗീതത്തോടൊപ്പം ആ പുഴയിലൂടെ ആ സാഗരത്തിലൂടെ വളരെ ശാന്തമായി ഒഴുകി നീങ്ങാൻ നമുക്ക് കഴിഞ്ഞതിൽ അത്ര ഹൃദയം കൊണ്ട് അത്രയ്ക്കും സന്തോഷിക്കുന്നുണ്ട്. അതായത് ശാന്തിപ്രിയയുടെ ആത്മസന്തോഷം നമ്മളിലേക്ക് കൂടി പകർന്നു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശാന്തിക്ക് അത്രത്തോളം സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി. തിരിച്ചും